ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. നമുക്കൊന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തന്ത്രപ്പാടിലാണ്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇടിച്ചക്ക കെട്ടിയിട്ടുണ്ട് നമുക്ക് തൊട്ട വീട്ടിൽ നിന്ന്. അപ്പോൾ ഇടിച്ചക്ക ഉപ്പേരി വെക്കണം എന്നാണ് ഞാൻ പറയണത്. അത് ഇതുവരെ വെക്കാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അത് അരിയാനോ വെക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അവിടെ പൈപ്പ് ഓണാക്കിയിട്ടിരിക്കട. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേട്ടോ പൈപ്പ് അവിടെ ഓണാക്കിയിട്ടത് കണ്ടത്. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പോൾ ഒക്കെ എന്താ പറയുക, ചായ കുടിച്ചിട്ടുള്ള പാത്രങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഡിഷ് വാഷ് ലിക്വിഡ്, അടിപൊളി ലിക്വിഡ് കേട്ടോ. വേണമെങ്കിൽ പറഞ്ഞു, എൻ്റെ കയ്യിൽ സാധനം അവൈലബിൾ ആണ്. കുറച്ച് മതി, നമുക്ക് പാത്രം മൊത്തം കഴുകാം. അപ്പോൾ കുറച്ച് ലിക്വിഡ് എടുത്ത്, ഒരു ടീസ്പൂൺ ലിക്വിഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സിങ്കിൽ എടുക്കുന്ന പാത്രം മൊത്തം കഴുകാം കേട്ടോ. അടിപൊളി ഡിഷ് വാഷാണ്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലെ എന്താ പറയുക, ലിക്വിഡാണ് കേട്ടോ. ഞാൻ ലിക്വിഡ് കൊണ്ടൊന്നും അങ്ങനെ ലിക്വിഡ് വെച്ചിട്ട് അങ്ങനെ കഴുകാറില്ല. ഞാൻ നമ്മുടെ സോപ്പ് തന്നെ മേടിക്കാറ്. ഇപ്പോൾ ഇതിൽ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവരുടെ പ്രോഡക്റ്റ്, നമ്മുടെ ഈ പ്രോഡക്റ്റ് തന്നെ കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലിക്വിഡൊന്നും ഉപയോഗിച്ച് നോക്കിയതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു ലേശം ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നന്നായി. നമുക്ക് വീട്ടമ്മമാർക്ക് ഇതൊക്കെയാണല്ലോ ക്രൈസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ സോപ്പ് നന്നാവുക, പാത്രം കഴുകുന്ന ഡിഷ് വാഷ് നന്നാവുക, തറ തുടയ്ക്കണ എന്താ ലിക്വിഡ്, ബാത്റൂം കഴുകണ ലിക്വിഡ്, അതിനൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് എല്ലാ വീട്ടമ്മമാരും അല്ലേ. അപ്പോൾ അതൊക്കെ നല്ലത് കിട്ടുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ പറയുന്നത് വലിയ വലിയ സന്തോഷങ്ങളായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്. കണ്ട അത്രയും പാത്രങ്ങൾ ഞാൻ ആ ഒരു ഇതുകൊണ്ട് കഴുകി നല്ല പതഞ്ഞ് നല്ല പാത്രമൊക്കെ വെട്ടി തിളങ്ങി മൊത്തം നാരങ്ങയുടെ മണം കേട്ടോ. നമ്മുടെ പാത്രങ്ങളൊക്കെ നാരങ്ങയുടെ ഫ്ലേവറാണ്, നല്ല മണം കേട്ടോ. അപ്പോൾ പാത്രങ്ങളിലൊക്കെ അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിലേക്ക് വന്നപ്പോൾ കുറേ പേര് വിചാരിക്കും എനിക്ക് വേറെ പണിയൊന്നുമില്ല, അത് ചെയ്ത് നോക്കി ഇത് ചെയ്ത് നോക്കി, യൂട്യൂബ് ചാനലുണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. ബിസിനസ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുമ്പോൾ പല ആൾക്കാരുടെയും പല മനസ്സിലും ഓരോ ചിന്തകളൊക്കെ വരുന്നുണ്ടാവും. നമ്മൾ എന്താ പറയുക, മറ്റുള്ളവർക്ക് എന്താ തോന്നുക, മറ്റുള്ളവർ എന്താ വിചാരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവിതം കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കില്ലുണ്ടാവുള്ളൂ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള ചോദിച്ചവരുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് പൈസ ഒക്കെ ഇതിൽ കയ്യിൽ നിന്ന് വന്നപ്പോൾ എല്ലാവരും അങ്ങനെ നിർത്തി, പതുക്കെ പതുക്കെ ചോദിക്കലൊക്കെ നിർത്തി. നല്ല കാര്യമാണ്, എന്തെങ്കിലും നമുക്ക് പറ്റാവുന്ന ചെയ്യുക എന്ന് പറയൽ തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിലാണോ നമുക്ക് നല്ലത് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക. പറ്റാവുന്നിടത്തോളം ശ്രമിച്ച് നോക്കുക. ശ്രമിച്ച് കഴിഞ്ഞാൽ നടക്കാത്തൊന്നുമില്ലല്ലോ. അതുപോലെ ഒരു ശ്രമത്തിൽ തന്നെയാണ് ഞാനും. പിന്നെ ആൾക്കാർക്ക് എന്താ തോന്നുക എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് കളഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഉണ്ടാവുള്ളൂ. ആരും നമുക്ക് ഒന്നും കൊണ്ടത് തരില്ല. നീയും കുട്ടികളും ഇവിടെ നിൽക്കല്ലേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ, കഷ്ടപ്പാടല്ലേ, നിങ്ങളിത് കയ്യിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും തരുമൊന്നുമില്ല. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ഉപകാരത്തിന് പെടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ തന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഒരാൾ തന്നുകൊണ്ടൊന്നും നമ്മൾ നേരാവില്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയാൽ തന്നെ മാത്രം നമുക്കൊരു തൃപ്തിയും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നത് നിനക്ക് ഭർത്താവില്ലേ, ആളുണ്ടാക്കണില്ലേ? എല്ലാതും ആളെ കൊണ്ട് നടക്കുകയൊന്നുമില്ല. ആൾക്ക് അധികം ശമ്പളം കാര്യങ്ങളൊന്നും, ഗൾഫിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഗൾഫിലാന്ന് പേരെന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ നടക്കില്ല. അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ലൊരു മേഖലയിലാണ് ഇപ്പോൾ ചെന്ന് പെട്ടേക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആയുഷിൻ്റെ പ്രൊഡക്റ്റുകളാണ്. ആയുഷിൻ്റെ അറിയാത്തവരാരും ഉണ്ടാവില്ല. ആയുഷ് എന്താണെന്നുള്ളതും അതിൻ്റെ പ്രോഡക്റ്റുകൾ എന്താണെന്നുള്ളവർക്ക് അറിയാത്തവർ ചുരുക്കമായിരിക്കും. അപ്പോൾ അതിലാട്ടോ അപ്പോൾ ഞാൻ ചെന്ന് പെട്ടേക്കണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്. ഇൻസ്റ്റയിലാണെങ്കിലും കമൻറ്റ് ബോക്സുകളിലും ഒക്കെ വരുന്നുണ്ട്, പേഴ്സണലായിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടാണ് പറയണത്, ആയുഷിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഇറക്കിയിട്ട് ഇങ്ങനെ ഞാൻ സെയിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പ്രൊഡക്റ്റുകളാണ്, നല്ല എന്താ പറയുക, വിശ്വസിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റാട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടിക്കൽ തുടക്കൽ തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇതാ ഇഷമോളേനെ അങ്ങോട്ട് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇഷമോളെ വണ്ടിയും വന്നു, ഇഷമോളേനെ കാറിൽ കയറ്റി വിട്ടു കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂർക്കാണ്. തൃശ്ശൂർ നമുക്കൊരു GTS ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇതാ പോകുന്ന എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ഹാളിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു. രാവിലെ 10 മണി തൊട്ടിട്ട് നമ്മളവിടെ എത്തുമ്പോൾ തന്നെ 10-11 മണി ആയിട്ടുണ്ടായിരുന്നു. കുട്ടികളതിനൊക്കെ വിട്ടിട്ട് എല്ലാം ഈ വീട്ടമ്മമാർ തന്നെയാണല്ലോ. അപ്പോൾ എന്താ പറയുക, വീട്ടമ്മമാർ മാത്രമല്ല കേട്ടോ, ആണുങ്ങളും ഉണ്ട്, വീട്ടച്ഛന്മാരും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ആണുങ്ങൾക്കില്ല. നാളെ ഞാനൊരു കമൻറ്റ് കണ്ടു, പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന്. പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് കേട്ടോ.
അപ്പോൾ അവിടെ എത്തി ഒരുപാട് പേരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആ നിൽക്കണ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ. അതുപോലെയൊക്കെ നമുക്കും ആവണമെന്ന് നമ്മളും ആഗ്രഹിക്കണമല്ലോ. നമ്മൾ ആഗ്രഹിച്ചാലാണ് കുന്നോളം ആഗ്രഹിച്ചാലാണ് കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പം നമ്മൾ ആഗ്രഹങ്ങൾ വേണം ജീവിതത്തിൽ. ആഗ്രഹങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എവിടെയും എത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നാം പാതി ദൈവം പാതി എന്നല്ലേ പറയുക. അപ്പം നമ്മൾ പരിശ്രമിക്കുക, പരിശ്രമിച്ചിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് കിട്ടും. ഹയറായത് എന്തായാലും നമുക്ക് കിട്ടട്ടെ. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് പേരുടെ അനുഭവങ്ങളും ഒരുപാട് പേരുടെ ജീവിത രീതികൾ മാറിയതും അവരിങ്ങനെ നമ്മൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് സൗണ്ട് ഇടറിയിട്ടും സന്തോഷം കൊണ്ടും കരഞ്ഞിട്ടും ഒക്കെ നമ്മളോട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെ കേട്ടോ, നമുക്കൊരു സന്തോഷവും സങ്കടവും ഒക്കെ ഉള്ള ഒരു ഫീലാണ് നമുക്ക് വരിക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബസ്സിലാട്ടോ വന്നത്. തിരിച്ചതാ ഞങ്ങൾ ബസ്സിൽ പോന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരിക്ക് പോന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാനും താത്തയും ഒക്കെ ഉണ്ട്, അവരെല്ലാവരും ഉണ്ട് കേട്ടോ ബസ്സിൽ. അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് ബസ്സിൽ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നാളെ നല്ലൊരു വിശേഷങ്ങളായിട്ട് നാളെ വരാം.